ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. തുറന്നോക്ക്. നെക്ലസ് നീ തനിച്ച് നടത്തിയ പ്ലാനിങ്ങിന്റെ വിജയത്തിന് ഈ കുഞ്ഞുടുപ്പ് നമ്മൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് വിജയിപ്പിക്കാൻ പോകുന്ന കാര്യത്തിന്. എന്താ? അതെ, ഈ കുഞ്ഞുടുപ്പൊന്നും കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വാങ്ങി വെക്കാൻ പാടില്ലെന്നാ. അയ്യോ, ഇനി അതിന് അധികം സമയം കൊടുക്കാൻ പറ്റില്ലല്ലോ. കാര്യങ്ങൾ ചടപടയെന്ന് നടക്കണം. ഒന്നിന് പിറകെ ഒന്നായിട്ട് ഒരു 8-10 പിള്ളേർ ഇങ്ങോട്ട് പോന്നോട്ടെ. ലിസ്റ്റ് 3-ൽ നിന്ന് 10-ലോട്ട് വളർന്നോ? 10 അല്ല, 15 ആയാലും ഞാൻ റെഡിയാ. എന്താ, നീ റെഡിയല്ലേ? പ്രണവേ, ഇതാ കോഫി. കോഫി എടുക്ക പ്രണവേ. ഇവള് കോഫി ഇട്ട് വന്നെന്ന് വിളിച്ചത് നീ കേട്ടില്ലേ? മുഖത്ത് പോലും നോക്കാൻ നീ എങ്ങോട്ട് എഴുന്നേറ്റ് പോന്നേ? അമ്മയുടെ മൂത്ത മരുമകളുടെ കയ്യിൽ നിന്ന് കോഫി വാങ്ങിച്ചു കുടിക്കാൻ താല്പര്യമില്ലാത്തോണ്ട് തന്നെയാ മൈൻഡ് ചെയ്തിരുന്നേ. എന്തിനാ പ്രണവ നീ എന്നോട് ഇങ്ങനെ പക കാണിക്കുന്ന? ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്ത്? ഞാൻ ഈ വീട്ടിൽ മരുമകളായി വന്ന് കയറുമ്പോ ഉണ്ടായിരുന്ന പ്രണവ് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. ഏട്ടത്തെ വിളിച്ച് എന്റെ പുറകെ നടന്ന നിനക്ക് ഇങ്ങനെ മാറാൻ എങ്ങനെയാ കഴിയുന്നേ? ഞാൻ ചെയ്ത തെറ്റോ അതൊക്കെ ആയിരുന്നു. നിങ്ങളെയൊക്കെ സ്നേഹിച്ചു. ഇപ്പൊ ഞാൻ അതങ്ങ് തിരുത്തി. ഞാൻ സ്വയം തിരിച്ചറിഞ്ഞപ്പോ നിങ്ങൾക്ക് ഞാനങ്ങ് കൊള്ളാത്തവനായി അല്ലേ? നോക്കു പ്രണവ്, ഓഫീസും ബിസിനസ്സും ഒക്കെ ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും കാണും. അതൊന്നും കുടുംബത്തിലേക്ക് വലിച്ചു കയറ്റരുത്. ഒക്കെ മറന്നു കളയുന്നേ. ഈ കോഫി കുടിക്ക. നിങ്ങളോടല്ലേ വേണ്ടെന്ന് പറഞ്ഞേ? അത് കലക്കി. ഇങ്ങനെ ആവണാണ്. പ്രണവിന് കോഫി കൊണ്ടുകൊടുക്കാൻ നീ ആരാ? ഞാനതിന് ചത്തുപോയിട്ടൊന്നും ഇല്ലല്ലോ. നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തും കോഫി കൊണ്ടുവന്ന് കയ്യിൽ പിടിപ്പിച്ചും ആണുങ്ങളെ മയക്കിയെടുക്കാവുന്ന പഴയ തന്ത്രങ്ങളൊക്കെ നീ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാ മതി. എന്തോന്ന് മയക്കിയെടുത്തെന്നോ? ഇങ്ങനത്തെ വൃത്തികെട്ട ഭാഷയൊന്നും ഈ വീട്ടിൽ വേണ്ട. വൃത്തികേട് കാണിച്ച അതേ ഭാഷയിൽ തന്നെ മറുപടി പറയേണ്ടി വരും. എല്ലാരും കാണെ സ്നേഹം അഭിനയിക്കുക, എന്നിട്ട് അടിയിൽ കൂടെ പണിഞ്ഞ് രക്ഷപ്പെടാനുള്ള വഴി അടയ്ക്കുക. അതല്ലേ ഇവിടെ നടക്കുന്നത്. ഇവനിപ്പോ രക്ഷപ്പെടാൻ അനുവദിക്കാത്തതേ ഞങ്ങൾ ആരുമല്ല, നീ ഒരാളാ. മതിയമ്മേ, കൂടുതൽ വർത്താനൊന്നും വേണ്ട. എന്റെ ജീവിതത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എനിക്ക് ആരുടെ അഡ്വൈസിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഓരോരുത്തരുടെയും പെരുമാറ്റത്തിൽ നിഗൂഢതകളുണ്ട്. പുറമേ കാണുന്ന ചിരിയൊന്നും അല്ല അകത്തുള്ളത്. മനസ്സ് നിറയെ സ്വാർത്ഥതയായിട്ട് നടക്കുന്ന നിങ്ങളുടെ കയ്യിൽ നിന്ന് കോഫി മേടിച്ച് കുടിച്ചാ ദൈവം പോലും എന്നോട് പൊറുക്കത്തില്ല. എന്നോട് തന്നെയാണോ പ്രണവേ നീ ഇങ്ങനൊക്കെ പറയുന്നേ? വെറുതെ അഭിനയിച്ചൊന്നും കാണിക്കണ്ട. സ്വത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്ത ചതിയൊക്കെ എനിക്കറിയാം. എന്റെ വാ തുറന്ന് ഞാൻ എല്ലാം കൂടെ വിളിച്ച് പറഞ്ഞോണ്ടല്ലോ. തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല. എന്തിനാ പറയാതിരിക്കുന്നേ? പറയ പ്രണവേ, എണ്ണി ചോദിക്ക്. പറ. അല്ല, ശിവനി, നീ ഒന്നിങ്ങ് വന്നേ. എന്തിന് പറയാൻ പറഞ്ഞില്ലേ നിന്നോട്? കൈ വിട്, കൈ വിട് ആന്റി. എന്താടി നിന്റെ പ്രശ്നം?
പ്രണവും ഗൗതമും ഒത്തൊരുമിച്ച് പോകരുതെന്ന് നിനക്ക് വാശിയാണല്ലേ? എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തിപ്പൊക്കി നിരന്തരം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം നിനക്ക്, അല്ലേ? നിധി എങ്ങനെയെങ്കിലും എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോ നീ അതിന് തുറങ്കം വയ്ക്കാൻ ഇറങ്ങിക്കുക, അല്ലേ? ദേ, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോളണം. ഇല്ലെങ്കിലുണ്ടല്ലോ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? മൂത്ത മരുമോളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അപ്പൊ തന്നെ ആന്റിയുടെ ചോര തിളച്ച് സപ്പോർട്ടായിട്ട് ഇറങ്ങുമല്ലോ. ഏയ്, എടീന്നൊന്നും വിളിച്ച് എന്നെ പേടിപ്പിക്കണ്ട. നിധി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയാ അത് ആന്റിക്ക് സഹിക്കാൻ പറ്റൂലല്ലോ. എന്നെ ഗൗതം ഓഫീസിൽ വെച്ച് മുഖത്തടിച്ചു. എന്നിട്ട് ഒരക്ഷരം ഗൗതമിനെതിരെ പറയാൻ ആന്റിയുടെ നാവ് പൊങ്ങിയില്ലല്ലോ. അതെ, ഒരു വീട്ടില് രണ്ടടുപ്പ് വേവിക്കാൻ നോക്കരുത്. അതൊരു അമ്മായിയമ്മയ്ക്ക് ചേരുന്ന പരിപാടിയല്ല. ആന്റിക്ക് ഗൗതമിനെ നിധിയെ മാത്രം മതി. പ്രണവ് ഞാനൊരു സബ്ജക്റ്റേ അല്ല. ആന്റി ഗൗതമിനോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരംശമെങ്കിലും എന്നെങ്കിലും ഒരിക്കലെങ്കിലും പ്രണവിനോട് കാണിച്ചിട്ടുണ്ടോ? ഒരു മകനെ മാത്രം സ്നേഹിക്കാനായിരുന്നെങ്കിൽ എന്തിനാ രണ്ടാമത് ഇങ്ങനെ ഒരിടത്തിന് ജന്മം കൊടുത്തത്? നിർത്തി. മക്കളെ എങ്ങനെ സ്നേഹിക്കണമെന്നൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ എന്റെ മക്കളെ പൊന്നുപോലെയാ സ്നേഹിച്ചിട്ടുള്ളത്. നീ ഒറ്റയൊരുത്തിയ ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടേ ഇവിടെ തമ്മിത്തല്ല ഉണ്ടാക്കുന്നത്. നോക്ക് ശിവാനി, ഇനി ഗൗതമിനെയും പ്രണവിനെയും തമ്മിൽ തല്ലിക്കാൻ നീ നോക്കിയാലുണ്ടല്ലോ, ഞാൻ ആരാണെന്ന് നീ ഉറപ്പായും കാണും. എന്റെ ഭർത്താവിന്റെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് അയാളുടെ ഏട്ടനാണെങ്കിൽ അവര് തമ്മിലുള്ള സ്നേഹമാണ് എന്റെ ഭർത്താവിനെ പാഴാക്കുന്നതെങ്കിൽ ഞാൻ എന്റെ ജീവനുള്ളിടത്തോളം കാലം രണ്ടിനെ ഒന്നിക്കാൻ സമ്മതിക്കില്ല. എടി, ഈ കുടുംബം എന്ന് പറയുന്നതിനപ്പുറം എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ഇതാണ് എന്റെ ലോകം. എന്റെ പ്രാണൻ ഈ കുടുംബത്തിലാടി. ഇത് കൈവച്ച് കളിക്കാൻ നോക്കിയാലുണ്ടല്ലോ, പിന്നെ ഞാൻ നിന്നെ ജീവനോടെ വെച്ചേക്കില്ല. നീയും വസുന്ധരയും ചേർന്ന് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണോ നീ കരുതിയേക്കുന്നത്? എല്ലാം അറിയാം എനിക്ക്. എല്ലാം കാണുന്നുണ്ട് ഞാൻ. എന്റെ മോൻ പാവമായിരുന്നു. അവന്റെ മനസ്സിലേക്ക് നീ നിന്റെ വസുന്ധരാന്റിയും ചേർന്ന് വിഷം കുത്തി നിറച്ച് ഇളക്കി വിടല്ലേ അവനെ. അതെല്ലാം പോരാഞ്ഞിട്ട് അനിയനെയും ചേട്ടനെയും തമ്മിൽ നീ പിരിക്കുമല്ലേ? നിന്നെ അടിച്ച് ശരിപ്പെടുത്തും. നോക്ക്, നിന്നോട് ഞാൻ അവസാനമായിട്ട് പറയുക, ഗൗതമും പ്രണവും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കാ. പ്രണവിനെ നീ തന്നെ പറഞ്ഞു മനസ്സിലാക്കിക്കോണം. അത് നിന്റെ ബാധ്യതയാണിപ്പോ, കേട്ടല്ലോ? അതല്ല, ഇനിയും സഹോദരങ്ങൾക്കിടയിൽ കലഹം ഉണ്ടാക്കാനാണ് നിന്റെ ശ്രമമെങ്കിൽ പ്രണവിനെയും നിന്നെയും തമ്മിൽ തെറ്റിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നോക്കണ്ട, നിർമ്മലയെ കൊല്ലാൻ നടത്തിയ ശ്രമത്തെക്കുറിച്ച് പ്രണവിനൊന്നും അറിയില്ല. ഞാൻ എല്ലാം അങ്ങ് പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ, നീ വിഷം കലക്കുന്ന വീഡിയോ ഉൾപ്പെടെ കാണിച്ചു കൊടുത്താലുണ്ടല്ലോ, എന്റെ മോനാണ് അവൻ. നിന്നെ പിന്നെ ഒരു നിമിഷം ഈ വീട്ടിൽ വെച്ചേക്കില്ല അവൻ. സൂക്ഷിച്ചു നടന്ന നിനക്ക് കൊള്ളാം. ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തോളണം. വെറുതെ അഭിനയിച്ചൊന്നും കാണിക്കണ്ട. സ്വത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്ത ചതിയൊക്കെ എനിക്കറിയാം. പ്രണവ് എന്താ പറയാൻ വന്നത്? എന്നിട്ടത് പാതി വഴിയിൽ നിർത്തുകയും ചെയ്തല്ലോ. എന്തായിരിക്കും അത്? എന്തായി ആലോചിച്ചു കൂട്ടുന്നത്? എന്ത് പറ്റുന്നത്? ഞാൻ പ്രണവിന് കോഫി കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായി. എന്ത് ഇഷ്യൂ?
നീ എന്തിനാ ആവശ്യമില്ലാതെ അവന് കോഫി കൊണ്ടു കൊടുക്കാൻ പോയത്? അവനാണെങ്കിൽ സ്വഭാവത്തിലല്ല ജീവിക്കുന്നത്. അയ്യോ ഗൗതം, പ്രണവ് കോഫി തട്ടിത്തെറിപ്പിച്ചതൊന്നും അല്ല എന്റെ വിഷയം. പിന്നെ അതൊരു ചെറിയ വഴക്കായി. അമ്മയും ശിവാനിയും ഒക്കെ അതിൽ കയറി ഇടപെട്ടു. അതിനിടയിൽ പ്രണവ് ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. എന്ത്? സ്വത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്ത ചതിയൊക്കെ എനിക്ക് അറിയാമെന്ന് അവൻ പറഞ്ഞു. സ്വത്ത്? ഏത് സ്വത്തിന്റെ കാര്യം? അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. പ്രണവ് എന്താ അങ്ങനെ പറഞ്ഞത്? എന്റെ സംശയം ശിവാനി നമ്മളെപ്പറ്റി എന്തോ പറഞ്ഞ് പ്രണവിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്നാ. അതിന്റെ പകയില പ്രണവ് ഏത് സമയവും നമ്മളോട് വഴക്കിന് വരുന്നത്. അത് മുഴുവൻ പറയാതെ പ്രണവ് പാതി വഴിയിൽ അത് അവസാനിപ്പിച്ചപ്പോ പറയെന്ന് പറഞ്ഞ ശിവാനി അവനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. പ്രണവ് ആ സമയത്ത് അതിനെക്കുറിച്ച് ചോദിച്ച് ഒരു വിഷയം ഉണ്ടാക്കണമെന്ന് ശിവാനി ആഗ്രഹിച്ചു എന്നുള്ളത് സത്യമാണ്. എന്തോ ഒരു സംഭവം ഉണ്ട്. ഉറപ്പായും അത് പറഞ്ഞു തന്നെയാ പ്രണവിനെ അവള് കുത്തിത്തിരിച്ചോണ്ടിരിക്കുന്നത്. ശരിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെരുമാറ്റം പ്രണവിൽ നിന്നുണ്ടാവാൻ യാതൊരു വഴിയുമില്ല. ശിവാനി കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഏത് വൃത്തികെട്ട വഴിയും സ്വീകരിക്കും. എന്തായാലും പ്രണവിന്റെ മനസ്സിൽ എന്താണ് തിരികെ കയറ്റിയിരിക്കുന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. സത്യാവസ്ഥ പ്രണവിനെ ബോധ്യപ്പെടുത്തിയെടുക്കാൻ പറ്റിയാൽ അതോടെ ശിവാനിയുടെ മുഖംമൂടി കീറും. എനിക്ക് തോന്നിയ വേറൊരു കാര്യം പറയട്ടെ ഗൗതം. എന്താ? CKCയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് കോഫി ഷോപ്പ് ബിസിനസ് തുടങ്ങാൻ ഒരു കാരണവശാലും പ്രണവിനെ വിട്ടുകൊടുക്കരുത്. അവൻ പറഞ്ഞ കേൾക്കില്ലല്ലോ, പിന്നെന്ത് ചെയ്യാനാ? ആ ബിസിനസ്സിലെ എനിക്ക് വിശ്വാസമില്ല. ആ ബിസിനസ് വിജയിക്കോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യമല്ലേ. ആദ്യം അവനെ നമ്മുടെ കൂടെ നിർത്തുകയാണ് വേണ്ടത്. അതിന് പ്രണവിന് കോഫി ഷോപ്പ് ബിസിനസ് തുടങ്ങാനുള്ള പണം ഗൗതമിന് കൊടുക്കാൻ പറ്റില്ലേ? ആവശ്യമുള്ള ഫണ്ട് ഗൗതം കൊടുക്കണം. അത് കഴിഞ്ഞ് അവന് സപ്പോർട്ടായിട്ട് ഗൗതം കൂടെ നിന്ന ആ ബിസിനസ്സും ഒരു വൻ വിജയമാവുമെന്ന് എനിക്ക് ഉറപ്പാ. കോഫി ഷോപ്പ് ബിസിനസ് തുടങ്ങണ്ടെന്ന് പറഞ്ഞിടത്ത് നിന്നാ പ്രധാനമായും ഈ പ്രശ്നം തുടങ്ങിയത്. ഇത് അതിനൊരു പരിഹാരം ആവുമെങ്കിൽ ആവട്ടെ. ആ ബിസിനസ്സേ വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞത് ഞാനാ. എന്നിട്ട് അത് തുടങ്ങണമെന്ന് പറഞ്ഞ് ഞാൻ പണം കൊടുത്താൽ അവൻ എന്ത് വിചാരിക്കും? ഒന്നും വിചാരിക്കില്ല. ഒരു കാരണവശാലും പ്രണവ് ആ CKCയുടെ വായിൽ ചെന്ന് വീണ് കൊടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. CKCയുടെ പണം വാങ്ങേണ്ട ഗതികേട് പ്രണവിനുണ്ടായാൽ പതുക്കെ അവൻ നമ്മളെയൊക്കെ വിട്ടുവിടുന്ന് പോവും. ശിവാനി ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അതുണ്ടാവരുത്. ഞാൻ ഈ വീട്ടിൽ മരുമകളായി വരുമ്പോൾ ഇവിടെ എല്ലാവരും എന്തുമാത്രം ഒത്തൊരുമയോടെയാണോ പോയത്, എനിക്ക് അതേ നിലയിലേക്ക് ഈ വീട് തിരിച്ചു കൊണ്ടുവരണം. ഇനിയിപ്പോ പണം കൊടുക്കാമെന്ന് പറഞ്ഞാലും പ്രണവ് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമായിരിക്കും. അത് പോട്ടേന്ന് വെക്കണം. എന്തായാലും ഗൗതമിന്റെ അനിയനല്ലേ, അവനെ രക്ഷിക്കേണ്ടത് ഗൗതം തന്നെയല്ലേ. അതുകൊണ്ട് അവന് പണം കൊടുക്കാമെന്ന് പറയൂ. പ്ലീസ് ഗൗതം, ഈ കുടുംബത്തിന് വേണ്ടിയല്ലേ, ഒന്ന് താഴ്ന്നു കൊടുക്കുക പ്ലീസ്. ഈ എനിക്ക് കിട്ടിയ ഭാഗ്യമല്ല, ഈ കുടുംബത്തിന് വരവാണ്. ഇന്ന് തന്നെ ഞാൻ അവനോട് പണം കൊടുക്കാന്ന് പറയാം. പോരെ? എന്താ ഏട്ടത്തി നിന്നെ തല്ലിയെന്നോ? അതെ ആന്റി, ഒരൊറ്റ അടി. അടിയെന്ന് വെച്ചാൽ നക്ഷത്രങ്ങൾ എണ്ണിയെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ശരിക്കും എണ്ണി ആന്റി. ഗൗതമിനെ പ്രണവിനെ തമ്മിൽ പിരിക്കാൻ നോക്കുന്നു ചോദിച്ചായിരുന്നു തല്ല്. പോരാഞ്ഞിട്ട് എനിക്കൊരു താക്കീതും തന്നു. അനിയനെയും ചേട്ടനെ ഒന്നിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണെന്ന്. ഈ ഏട്ടത്തേക്ക് പെട്ടെന്ന് ഇത് എന്താ പറ്റിയത്? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇല്ല, അത്രയും കാരണക്കാരി ആ നിധിയ. ഭയങ്കര ബുദ്ധി കാണിച്ച് ചതിപ്രയോഗത്തിലൂടെ CKC അങ്കിളിനെയും ജ്യോതി ആന്റിയും അവളോട് ഓടിച്ചില്ലേ. അതോടെ മൂത്ത മരുമകളോട് പാർവതി ആന്റിക്ക് ഇപ്പൊ ഒടുക്കത്തെ പ്രേമം. ഓരോ ദിവസം കഴിയുന്തോറും ഈ വീട്ടിലെ നിധിക്കുള്ള പിൻബലം കൂടി വരിക. ഇക്കണക്കിന് പോയ നിധിയെ പുറത്താക്കാൻ വന്നാൽ ഞാൻ പുറത്താവുമെന്ന് തോന്നുന്നു. നിർത്ത്. ഇങ്ങനെയൊക്കെ പറയാൻ നാണമില്ലേ ശിവാനി നിനക്ക്?
CKCക്കും ജ്യോതിർമയ്ക്കും ഇവിടെ താമസിക്കാൻ അവസരം ഒരുക്കി കൊടുത്തത് തന്നെ അവരായിട്ട് നിധിയെ പുറത്ത് ചാടിക്കുമെന്ന് കരുതിയിട്ടാ. ഹോ, അവസാനം അവളുടെ മുമ്പില് അവര് മുട്ടുകുത്തി ഓടിപ്പോയി. ഇത് നിധിയുടെ വെറും വളർച്ചയല്ല, ആധിപത്യം സ്ഥാപിക്കുകയാണവൾ. ഗൗതം, ഏട്ടൻ, ഏട്ടത്തി, ഒന്നിനും പോരാത്തതിന് ആ നിർമ്മല ഉൾപ്പെടെ എല്ലാവരും ഇപ്പൊ അവളുടെ പക്ഷത്താ. നോ, അതൊരിക്കലും നല്ലതിനല്ല. എന്തൊറ്റി ആന്റി? ആന്റി ഇപ്പോ നിധിയെ പേടിച്ചു തുടങ്ങിയോ? ഏയ്, ഷട്ട് അപ്പ്. ആരുടെ മുഖത്ത് നോക്കി എന്താണ് വിളിച്ചു പറയുന്നതെന്ന് വല്ല ചിന്തയുണ്ടോ നിനക്ക്? തോൽക്കില്ല, ഒരാളുടെ മുമ്പിൽ ഈ വസുന്ധര തോൽക്കില്ല, തോറ്റു കൊടുക്കില്ല, പ്രത്യേകിച്ചും ആ നിധിയുടെ മുമ്പില്. ഞാൻ ഇപ്പൊ ഒന്ന് ഒതുങ്ങിയെന്നേ ഉള്ളൂ, പതുങ്ങിയെന്നേ ഉള്ളൂ. പാത്ത് ചാടി വീഴുക തന്നെ ചെയ്യും ഈ വസുന്ധര അവളുടെ മേലെ. കൊള്ളാം, ഏട്ടത്തിയുടെ ആഗ്രഹം കൊള്ളാം, മനോഹരമായിട്ടുണ്ട്. ഗൗതമിനെയും പ്രണവിനെയും ഒന്നിപ്പിക്കണം അല്ലേ? ഓ, രണ്ടിനെ ഒന്ന് തല്ലി പിരിച്ചെടുക്കാൻ പെട്ട പാട് നമുക്കല്ലേ അറിയൂ. ആ അതെ അതെ. നോക്ക് ശിവാനി, ഒരിക്കലും പ്രണവ് ഗൗതമിനോട് അടുക്കരുത്. അങ്ങനെ ഉണ്ടായാൽ ഞാനും നീ ഒറ്റപ്പെടും. നിധി പറയുന്നത് ഈ വീട്ടിലെ വേദവാക്യമായി മാറും. ഇനി വിടില്ല ഞാൻ അവളെ. നിന്നെയും CKCയും ജ്യോതിർമയൊക്കെ വിശ്വസിച്ചതാ എനിക്ക് പറ്റിയ അബദ്ധം. ഇനി ഞാൻ തന്നെ കളത്തിലിറങ്ങാൻ പോവാ. ഈ വീട്ടിലെ അവളുടെ തായ് വേരർത്ത് ഞാൻ പുറത്തെറിയും. നോക്കിക്കോ. ആ, നീ കഴിച്ചു കഴിഞ്ഞോ പ്രണവേ? നീ മുഖത്തേക്ക് നോക്കടാ, ഒരു കാര്യം പറയാനുണ്ട്. ആദ്യം കാര്യം എന്തെന്ന് വെച്ചാ പറ. അത് നല്ല കാര്യമാണോ മോശം വിഷയമാണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. വേറൊന്നുമല്ല, നിന്റെ കോഫി ഷോപ്പ് ബിസിനസ് വേണ്ടെന്ന് വെക്കണ്ട. അതിനത് വേണ്ടാന്ന് വെക്കുന്നു എന്ന് ഞാൻ പറഞ്ഞോ? എടാ അങ്ങനെയല്ല, അതിനാ CKCയുടെ പണം വാങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എത്ര വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തന്നോളാം. അപ്പൊ ഇത് മോശം വിഷയം തന്നെയാണ്. നിങ്ങളുടെ ഒരു സഹായം വേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നയാണോ? നീ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി എനിക്കത് മനസ്സിൽ വെച്ച് പെരുമാറാൻ പറ്റുമോ? എന്റെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ലടാ. മനസ്സ് അനുവദിക്കുന്നില്ലെന്നാ? എന്തനുവദിക്കുന്നില്ലെന്ന്? ഞാൻ രക്ഷപ്പെടുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലേ? അതാണോ ഉദ്ദേശിച്ചത്? പ്രണവേ, നീ ഞാൻ പറയുന്നത് മനസ്സിലാക്കി. ആ CKC നിന്നെ ചതിക്കാൻ നോക്കുകയാണെന്നല്ലേ? ഈ പാടിപ്പഴയ പാട്ട് എനിക്കിങ്ങനെ ആവർത്തിക്കല്ലേ, ബോറടിച്ചു തുടങ്ങി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സഹായങ്ങൾ മാത്രം ചെയ്ത ആളാണ് CKC അങ്കിള്. ഞാൻ അങ്കിളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുകയും ചെയ്യും, കോഫി ഷോപ്പ് ബിസിനസ് തുടങ്ങുകയും ചെയ്യും. പ്രണവേ, ഗൗതം പറയുന്നതൊന്ന് കേൾക്ക്. ഓ, വെറുതെ എന്തിനാ വല്ലവരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങുന്നത്? ആ അതെ അതെ, ഗൗതം പറയുന്നതനുസരിച്ച് ജീവിക്ക് പ്രണവേ. ചേട്ടനാവുമ്പോഴേ കൊച്ചുകുട്ടികളെ പോലെ എടുത്തു വെച്ചോണ്ട് നടക്കും. അതെ, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കിപ്പോ. എങ്ങനെ ബിസിനസ് നടത്തണമെന്ന് പ്രണവിന് അറിയാം. അറിയാലോ നിനക്കെന്നെ. പറഞ്ഞതൊക്കെ ഓർമ്മയും കാണുമല്ലോ. മര്യാദയ്ക്ക് അടങ്ങി നിന്നോ. അമ്മയ്ക്ക് ശിവാനി എന്തെങ്കിലും പറയുമ്പോ മാത്രം എന്തോ ഇത്ര അനിഷ്ടം? ഏട്ടത്തേക്ക് എന്തും പറയാം, ശിവാനിക്കൊന്നും പറയാൻ പാടില്ലല്ലേ? ഒരു മര്യാദ വേണ്ടേ അമ്മേ? എന്താ, എന്തിനാ എല്ലാരും കൂടി ഇവിടെ കിടന്നിങ്ങനെ ബഹളം വെക്കുന്നേ? കോഫി ഷോപ്പ് ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി CKC അങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങണ്ട, ഞങ്ങൾ തന്നെ തന്നോളാന്ന് പറഞ്ഞിപ്പോ ഭാര്യയും ഭർത്താവും കൂടി വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. എന്തൊരു ശാപമാണ് ആന്റി ഇത്. കടം വാങ്ങിയിട്ട് പോലും ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കൂലെന്ന് പറഞ്ഞ് ഇത് വലിയ കഷ്ടമാണ്. എന്താ ഗൗതം ഇത്? നിങ്ങൾ എന്തിനാ മനഃപൂർവ്വം ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? പ്രശ്നം ഉണ്ടാക്കുന്നോ? ഞാനോ? CK ചന്ദ്രബോസ് ഈ കുടുംബത്തിൽ ആരാ പണം തന്നു സഹായിക്കാൻ? അയാളുടെ ഉദ്ദേശം എന്തായിരിക്കും? CKC അങ്കിള് എന്റെ ശത്രുവല്ല, നിങ്ങളുടെ മാത്രം ശത്രുവാണ്.
CKC അങ്കിൾ തോപ്പിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചത് എന്നെയല്ല, നിങ്ങളെയാ. അപ്പോ ഞാൻ തോൽക്കുന്ന നിനക്കൊരു വിഷയമേ അല്ല. CKC ഒരു സൈഡിൽ നിന്ന് തുടങ്ങുന്നതാ. അയാൾ എന്നെയോ നിന്നെയോ അല്ല, ഈശ്വരമംഗലം എന്ന പ്രസ്ഥാനത്തെയാണ് തകർക്കാൻ നോക്കുന്നത്. നിനക്ക് കോഫി ഷോപ്പ് ബിസിനസ് തുടങ്ങിയാ പോരെ? പണം ഞാൻ തരാം. നിധി, ആ ചെക്കിങ് കൂടെ എടുക്ക്. നിനക്ക് ബിസിനസ് തുടങ്ങാൻ എത്ര പണമാണോ നീ ആവശ്യപ്പെട്ടത് അത്ര എമൗണ്ട് എഴുതിയിട്ടുണ്ട്. ദാ ഇത് പിടിക്ക്. വാങ്ങട മോനെ. എടാ, നിന്റെ ചേട്ടൻ സ്നേഹത്തോടെ തരുന്നല്ലേ, നീ ഇത് വാങ്ങിക്കേ. ആലോചിക്കാൻ ഒന്നുമില്ല പ്രണവ്, നീ ചെക്ക് വാങ്ങിക്കേ.